കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹരീഷ് നിധുവിനെയും കൂട്ടി ഒരു മൊബൈൽ ഷോപ്പിലേക്ക് പോവുകയാണ്. അവൻ അവിടുന്ന് വില കൂടിയ ഒരു ടച്ച് ഫോൺ തന്നെ അവൾക്ക് വാങ്ങിക്കൊടുക്കുകയാണ്. കൂട്ടത്തിൽ അവന്റെ പേരിൽ പുതിയൊരു സിം കാർഡും എടുത്തു കൊടുക്കുന്നുണ്ട്. നീതുവിനും വളരെയധികം സന്തോഷമാവുകയാണ്. അവൾ മൊബൈലിലെ ക്യാമറ ഓൺ ചെയ്ത് ആദ്യമായി അവളും ഹരീഷും ഒന്നിച്ച് ചിരിയോടെ നിൽക്കുന്ന ഒരു സെൽഫി എടുക്കുകയാണ്. പിന്നീട് അവൾ കുറെ ഹാർട്സിന്റെ സ്റ്റിക്കറും വെച്ച് ഹരീഷിന്റെ പേര് സേവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ അത് അവനെ കാണിച്ച് ഹരീഷിന്റെ മൊബൈലിൽ തന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവന്റെ മൊബൈൽ പിടിച്ചു വാങ്ങി നോക്കുകയാണ്. അതിൽ വെറും നീതുവെന്ന് സേവ് ചെയ്തിരിക്കുന്നത് കണ്ട് അവൾ ദേഷ്യത്തോടെ പേര് ഡാർലിംഗ് എന്നാക്കി മാറ്റുകയാണെന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹരീഷ് അവളെ തടയുന്നുണ്ട്. ഒടുവിൽ അവൾ നീതു എന്ന് ടൈപ്പ് ചെയ്ത് കൂടെ ഒരു ഹാർട്ട് സ്റ്റിക്കറും വെച്ച് ആ പേര് സേവ് ചെയ്യുകയാണ്. അങ്ങനെ മൊബൈലും വാങ്ങി ക്യാഷെല്ലാം കൊടുത്ത് അവർ സന്തോഷത്തോടെ നീതുവിന്റെ വീട്ടിലേക്ക് തിരിക്കുക. നീതു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ വിഷമത്തിലിരിക്കുകയാണ് നീതുവിന്റെ അച്ഛനും അമ്മയും അഖിലുമെല്ലാം. അപ്പോഴാണ് നീതുവിന്റെ അച്ഛന്റെ മൊബൈലിലേക്ക് ഒരു സുഹൃത്ത് വിളിച്ച് നീതു ഒളിച്ചോടി പോയോ എന്ന് ചോദിക്കുന്നത്. അയാളെ വഴക്കു പറഞ്ഞ് ചന്ദ്രൻ കോൾ വെക്കുമ്പോഴേക്കും അയൽക്കാരിയായ ഒരു സ്ത്രീ അങ്ങോട്ട് വന്ന് നീതുവിന്റെ അമ്മയോടായി നീതു ഒളിച്ചോടി പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ലെന്ന് നീതുവിന്റെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും നീതു ബാഗും തൂക്കി ഇറങ്ങിപ്പോയെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ആ സമയത്ത് താൻ റേഷൻ കടയിലേക്ക് പോയതായിരുന്നുവെന്നും അതുകൊണ്ട് കാര്യം അറിയാനായി വന്നതാണെന്നും അവർ പറയുന്നുണ്ട്. കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് ഇറങ്ങിപ്പോവാനായി പറയുന്നുണ്ടെങ്കിൽ അവന്റെ അടി സഹിക്കാതെയാണ് അവൾ ഇറങ്ങിപ്പോയതെന്ന് അവനെ കുറ്റപ്പെടുത്തി ആ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. വീണ്ടും അയൽക്കാരനായ ഒരാൾ വന്ന് ചോദിക്കെ നീതുവിന്റെ അമ്മ അയാൾ ദേഷ്യത്തോടെ വഴക്കു പറയുകയാണ്. അഖിലും ദേഷ്യത്തോടെ വഴക്കു പറയുമ്പോഴേക്കും അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്താണ് ഹരീഷ് നീതുവിനെയും കൊണ്ടുവരുന്നത്. വീടിന്റെ കുറച്ചപ്പുറത്ത് മാറി വണ്ടി നിർത്താനായി പറഞ്ഞ് താൻ ഇവിടെ ഇറങ്ങി നടന്നു പോയിക്കോളാമെന്ന് പറഞ്ഞ് നീതു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഹരീഷും ടെൻഷനോടെ തനിക്ക് അവളെ വീട്ടിലേക്ക് വിടാൻ പേടിയുണ്ടെന്ന് പറയുകയാണ്. പേടി തോന്നുന്നുണ്ടെങ്കിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തുന്ന നീതുവും. ഇപ്പൊ കല്യാണം നടത്താനാവില്ലെന്ന് ഹരീഷ് ടെൻഷനോടെ പറയേ അത് തനിക്കറിയാമെന്നും ചുമ്മാ ചോദിച്ചതാണെന്നും അത് വീട്ടേക്കെന്നും നീതു പറയുന്നുണ്ട്. അവളോട് വീണ്ടും ഹോസ്റ്റലിലേക്ക് പോവാമോ എന്നും അതിനുള്ള ഏർപ്പാടുകൾ താൻ ചെയ്യാമെന്നും ഹരീഷ് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ടെന്നും താൻ വീട്ടിൽ തന്നെ നിൽക്കാമെന്നും നീതു പറയുന്നുണ്ട്. അവിടെ നീതുവിന്റെ വീടിന് മുന്നിൽ ആളുകൾ കൂട്ടം കൂടി നിന്ന് അടക്കം പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അവരെല്ലാവരും നീതു വീട് വിട്ടിറങ്ങിയതിനെ പറ്റിയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നീതു തിരികെ വീട്ടിലേക്ക് കയറി ചെന്നാൽ വീട്ടുകാർ ആ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് വഴക്കു പറയുകയും അടിക്കുകയും ചെയ്യില്ലെന്ന് ഹരീഷ് ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. അടി വാങ്ങിച്ചെല്ലാം തനിക്ക് ശീലമായെന്നും ഹരീഷ് വാങ്ങി തന്ന മൊബൈൽ കയ്യിലുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ താൻ വിളിച്ചറിയിക്കാമെന്നും നീതു പറയുന്നുണ്ടെങ്കിലും തനിക്ക് കാര്യങ്ങളെ കുറിച്ചെല്ലാം ഓർത്ത് പേടി തോന്നുന്നുവെന്ന് ഹരീഷ് വീണ്ടും പറയുകയാണ്. നീതുവും ചോദിക്കുക ഈ നീതുവിനെ കുറിച്ച് ഓർത്താണോ ഹരീഷിന് പേടി? ഞാൻ തിരിച്ചു വന്നത് കണ്ട് അവരാണ് എന്നെ പേടിക്കേണ്ടത്. എനിക്കിപ്പോ ഒരേ ഒരു ഹെൽപ്പ് മാത്രം ചെയ്തു തന്നാൽ മതി. എന്നെ ഹരീഷ് വീടിന് മുന്നിൽ കൊണ്ടുചെന്ന് ഇറക്കാമോ എന്ന് നീതു ചോദിക്കുകയാണ്. ഇവിടെ ഇറങ്ങി പോയിക്കോളാമെന്ന് നീതുവല്ലേ പറഞ്ഞതെന്ന് ഹരീഷ് ചോദിക്കേ വീടിന് മുന്നിൽ കൂട്ടം കൂടി നിന്ന് അടക്കം പറയുന്നവരെ ശ്രദ്ധിച്ച് ഹരീഷ് ഇപ്പോൾ വീടിന് മുന്നിൽ കൊണ്ടുവിടുന്നതാ ശരിയെന്ന് തോന്നുന്നു. അതിനൊരു കാരണവുമുണ്ടെന്ന് പറഞ്ഞ് നീതു വീണ്ടും അവന്റെ പുറകിലേക്ക് കയറുമ്പോഴേക്കും ഹരീഷിന്റെ തോളത്ത് ചാഞ്ഞു കിടക്കുന്ന നീതുവിനെയും കൊണ്ട് ഹരീഷ് നീതുവിന്റെ വീട്ടിന് മുന്നിലേക്ക് എത്തുകയാണ്. നാട്ടുകാരെല്ലാം അമ്പരപ്പോടെ നോക്കി നിൽക്കുമ്പോഴേക്കും വണ്ടിയുടെ ശബ്ദം കേട്ട് നീതുവിന്റെ അച്ഛനും അമ്മയും അഖിലുമെല്ലാം പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. അവരും അമ്പരപ്പോടെ നോക്കി നിൽക്കെ നീതു ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളോടായി ചോദിക്കുന്നുണ്ട്. എന്താ എല്ലാവരും എന്റെ വീടിന് മുന്നിൽ കൂട്ടം കൂടി നിൽക്കുന്നത്? നിങ്ങൾക്ക് വീട്ടിൽ വേറെ ജോലിയൊന്നുമില്ലേന്ന്? നീതു ഒളിച്ചോടി പോയതായി കേട്ടെന്നും എന്താ ഏതെന്നറിയാൻ വന്നതാണെന്നും ഒരു സ്ത്രീയും പറയുന്നുണ്ട്. താൻ ഒളിച്ചോടി പോയതല്ലെന്നും തന്റെ ബോയ് ഫ്രണ്ടിനെ കാണാനായി പോയതായിരുന്നുവെന്നും കണ്ടു കഴിഞ്ഞ് അവനിപ്പോ എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടെന്ന്. ഇതിനാണോ നിങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നത്? ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പോവാൻ നോക്കെന്ന് അവരോടായി പറയുന്നുണ്ട് നീതു. പിന്നീട് നീതു ചിരിയോടെ ഹരീഷിനോടായി ബായ് പറയുകയാ. ശരി ഹരീഷേ, നീ പോവാൻ നോക്ക്, സൂക്ഷിച്ചു പോണേ എന്ന് അവൾ പറയുമ്പോഴേക്കും ഹരീഷും ദേഷ്യത്തോടെ അഖിലിനെയും കൂട്ടരെയും നോക്കി വിളിച്ചു പറയുന്നുണ്ട്. നീതുവിനെ ഇനി ഉപദ്രവിച്ചാൽ ആരും ചോദിക്കാൻ വരില്ലെന്ന് ചിന്തിക്കേണ്ട. ഈ ഹരീഷ് വരും, ഹരീഷ് ചോദിക്കുമെന്ന് അവളെ ചേർത്ത് പിടിച്ച് ധൈര്യത്തോടെ ഹരീഷ് വിളിച്ചു പറയുന്നുണ്ട്. അത് കേട്ട് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന നീതുവിനോടായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഹരീഷ് വണ്ടി എടുത്തു പോവുകയാണ്. അപ്പോഴേക്കും അഖിലും കൂട്ടരും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. നീതു ബാഗുമായി അകത്തേക്ക് കയറി വരുമ്പോഴേക്കും അഖിലും ദേഷ്യത്തോടെ അവളെ വഴക്കു പറയുക. എന്ത് ധൈര്യത്തിലടി നീ ഇപ്പോ ഇങ്ങോട്ട് കയറി വന്നത്? ചത്തുപോയെന്ന് വിചാരിച്ചോളാൻ പറഞ്ഞല്ലേ ഇറങ്ങിപ്പോയത്, ഇപ്പൊ എന്തിനാടി ഇങ്ങോട്ട് തിരിച്ചു വന്നതെന്ന് അഖിൽ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് നീതുവും ഞാൻ ഇറങ്ങിപ്പോയാൽ അച്ഛന്റെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാമെന്ന് വിചാരിച്ചോ?
എന്നവൾ ചോദിക്കുന്നവൾക്ക് വാടക കൊടുക്കാൻ തന്നെ നിവൃത്തിയില്ലാത്തപ്പോഴാ ഒരു സ്വത്ത് എന്ന് അഖിലും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അച്ഛനെ കുറ്റപ്പെടുത്തിയതിന് അഖിലിനെ അമ്മ വഴക്കു പറഞ്ഞ് നീതുവിനോടായി എന്തിനടി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ച് അവളെ വഴക്കു പറഞ്ഞ് അടിക്കാൻ തുടങ്ങുകയാണ്. പുറത്തിറങ്ങിപ്പോയാൽ അവൾക്ക് തനിയെ ജീവിക്കാനാവില്ലെന്നും ഇപ്പൊ അവൻ കൊണ്ടുവിട്ടത് കണ്ടില്ലേ എന്നും പുച്ഛത്തോടെ നീതുവിന്റെ അമ്മ ചോദിക്കേ ഹരീഷ് കൊണ്ടുവിട്ടതല്ലെന്നും തന്റെ ഇഷ്ടത്തിന് താൻ ഇങ്ങോട്ട് തിരിച്ചു വന്നതാണെന്നും നീതുവും പറയുന്നുണ്ട്. താൻ ഇറങ്ങിപ്പോയത് വീട്ടുകാർക്ക് അപമാനമുണ്ടാക്കുമെന്ന് കരുതിയാണ് താൻ തിരിച്ചു വന്നതെന്നും താൻ തിരിച്ചു വന്നതുകൊണ്ടാണ് വീടിനു മുന്നിൽ കൂടി നിന്നവരെല്ലാം തിരിച്ചു പോയതെന്നും അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്തു മറുപടി പറയുമായിരുന്നുവെന്നും നീതു ചോദിക്കുന്നുണ്ട്. മറുപടിയായി നീ ചത്തുപോയെന്ന് പറയും, അല്ലാതെ വേറെന്തോ പറയാനായെന്ന് അഖിലും. അതുകൊണ്ടാണോ ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി അവനെ കെട്ടിപ്പിടിച്ച് വന്നിറങ്ങിയത്? വന്നിറങ്ങിയപ്പോ നീ എന്താ പറഞ്ഞത്? ബോയ് ഫ്രണ്ടിനെ കാണാൻ പോയതായിരുന്നു എന്ന്. നാണമില്ലടി നിനക്കങ്ങനെ പറയാൻ? അത്രയും ആളുകളുടെ മുന്നിൽ അവനെ കെട്ടിപ്പിടിച്ച് വന്നിറങ്ങി ഞങ്ങളെ നാണം കെടുത്തിയില്ലേ നീ എന്നൊക്കെ അമ്മ ചോദിക്കെ തനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ ആഗ്രഹമില്ലായിരുന്നുവെന്ന്. ഹരീഷാണ് അച്ഛനും അമ്മയും പാവമാണെന്നും വീട് വിട്ടിറങ്ങിയത് അവർക്ക് അപമാനമാവുമെന്നൊക്കെ ഉപദേശിച്ച് തന്നെ ഇവിടെ കൊണ്ടുവിട്ടെന്ന് ഹരീഷാണെന്നും ഇപ്പോഴും തന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലെന്നും ഹരീഷിനെ താൻ ലവ് ചെയ്യുന്നുവെന്നും അവനും എന്നെ ലവ് ചെയ്യുന്നുണ്ടെന്നും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കല്യാണം നടക്കുമെന്നും നീതു പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ അവളുടെ അമ്മയും പറയുന്നുണ്ട്. ഇപ്പോ എന്തു കാരണം കൊണ്ടാണ് തിരിച്ചു വന്നതെങ്കിലും ഈ വീട്ടിലേക്ക് കാലെടുത്തു കുത്തിയ നിമിഷം തൊട്ട് ഞങ്ങളുടെ വാക്കുകൾ കേൾക്കണമെന്ന്, ഇല്ലെങ്കിൽ വീട് വിട്ടിറങ്ങിക്കോണമെന്ന്. അവൾ ഇനി ഹരീഷിന്റെ കൂടെ പോവില്ലെന്നും അവനവളെ വിരട്ടിവിട്ടതാണെന്നും അഖിൽ പുച്ഛത്തോടെ പറയുന്നുണ്ട്. വിരട്ടുന്നത് നീ കണ്ടോ എന്ന് നീതുവും അഖിലിനോടായി ചോദിക്കുന്നുണ്ട്. എന്റെ ദേഹത്താരെങ്കിലും കൈവച്ചാലുണ്ടല്ലോ, ഹരീഷ് പറഞ്ഞത് ഓർമ്മയില്ലേ എന്ന് നീതു ഭീഷണിയോടെ ചോദിക്കുന്നുണ്ട്. നീ എന്തു ചെയ്യുമെന്ന് ചോദിച്ച് അമ്മയും ദേഷ്യത്തോടെ അവളെ അടിക്കാനായി തുടങ്ങുകയാണ്. ഞങ്ങൾ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കണമെന്നും അല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ കഴുത്തു നെരിച്ചു കൊല്ലുമെന്നും അമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അത് കേട്ട് അഖിലും ദേഷ്യത്തോടെ ഇവളോട് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നും അവളുടെ കൈയും കാലും ഒടിച്ചിടണമെന്നും പിന്നെ അവൾ ഹരീഷിനെ കാണാൻ പോകുന്നത് എങ്ങനെയെന്ന് അറിയാലോ, നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വടിയെടുക്കാനായി അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും അവനെ ചീത്ത വിളിച്ച് റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്യുകയാ നീതുവും. അപ്പോഴേക്കും അഖിലും ഒരു വടിക്കഷ്ണവുമായി അങ്ങോട്ടെത്തി നിധിയോട് റൂം തുറക്കാനായി വിളിച്ചലർന്നുണ്ട്. തുറക്കാൻ പറ്റില്ലെന്ന് അവളും വിളിച്ചു പറയുകയാണ്. ആദ്യം ഈ ഡോറാണ് തല്ലി പൊളിക്കേണ്ടത്, എപ്പോ നോക്കിയാലും റൂമിനകത്ത് കയറി വാതിലടച്ചിരിക്കും എന്ന അമ്മയോടെ പറഞ്ഞ് വീണ്ടും നീതുവിനോടായി കതക് തുറക്കാനായി പറയുന്നുണ്ട് അഖിൽ. അച്ഛൻ അഖിലിനെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും അഖിൽ അമ്മയോടായി നീതുവിനെ വെറുതെ വിടാനാണോ പ്ലാൻ എന്ന് ചോദിക്കുക. ആര് പറഞ്ഞു? എത്ര സമയം അവൾ ഉള്ളിലിരിക്കുമെന്ന് ഞാനും ഒന്ന് കാണട്ടെ. പുറത്തിറങ്ങി വരട്ടെ. നീ പറഞ്ഞതുപോലെ അവളുടെ കൈയും കാലും തല്ലി ഒടിക്കണം. പിന്നെങ്ങനെ അവൾ പുറത്തു പോകുമെന്നും അവൻ ഇവളെ തേടി വരുമെന്നും നമുക്ക് കാണാലോ എന്ന് വിളിച്ചു പറഞ്ഞ് അമ്മയും അഖിലുമെല്ലാം അവൾ ഡോർ തുറക്കുന്നതും വെയിറ്റ് ചെയ്ത് നിൽപ്പ. ഹരീഷ് തനിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഉമ്മറത്തിരിക്കായിരുന്ന അച്ഛനും പോകുമ്പോ ഒരു പെണ്ണിനെയും കൊണ്ടുപോയിട്ട് ഇപ്പോ തനിച്ചാണല്ലോ വരുന്നത്, അവളെ എവിടെ കൊണ്ടുപോയി വിട്ടു? വീട് തേടി വന്നവളെ വഴിയിൽ ഇറക്കി വിട്ടോ എന്നൊക്കെ ബൈക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹരീഷിനോടായി ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ മറുപടി ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോവുകയാണ്. തനിച്ചവൻ ഹാളിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും അവിടെ നിൽക്കായിരുന്ന സുഭാഷ് ഏട്ടനും നീതു എവിടെയെന്ന് അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. താൻ നീതുവിനെ വീട്ടിൽ കൊണ്ടുചെന്ന് വിട്ടെന്ന് ഹരീഷും. അതുകൾക്ക് സുഭാഷ് ഏട്ടനും വീട്ടിൽ കൊണ്ടുവിട്ടെന്നോ? കല്യാണം നടത്താനായി നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചു, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവിട്ടെന്ന് പറയുന്നു എന്ന് ടെൻഷനോടെ ചോദിക്കേ നിധിയും ടെൻഷനോടെ പറയുന്നു. നീതുവിനെ അവളുടെ അച്ഛനും അമ്മയും ചേട്ടനുമെല്ലാം കുറെ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയത് ഓക്കെയാണോ എന്ന് അവൾ ചോദിക്കുക. ഹരീഷ് മറുപടിയൊന്നും പറയാതെ നിൽക്കെ സുഭാഷ് ഏട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്താടാ മറുപടിയൊന്നും പറയാതെ നിൽക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറ, എന്തിനാ അവളെ വീട്ടിൽ കൊണ്ട് ചെന്ന് വിട്ടത് എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കെ ഹരീഷും പറയുന്നുണ്ട്. അതല്ല സുഭാഷ് ഏട്ടാ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് തീരുമാനിച്ചത്. ഇപ്പൊ അവൾ അവളുടെ വീട്ടിലും ഞാൻ ഈ വീട്ടിലും താമസിക്കുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. അവളെ വീട്ടിൽ കൊണ്ട് ചെന്നുവിട്ട് അവരെ താക്കീത് ചെയ്തിട്ടാ വരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഹരീഷ് പറയേ അതിന് വിളിക്കാൻ നീതുവിന്റെ കയ്യിൽ ഫോണില്ലല്ലോ എന്ന് സുധീഷൻ ചോദിക്കുക. അവൾക്ക് താനൊരു മൊബൈൽ വാങ്ങിക്കൊടുത്തെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഹരീഷ് പറയേ അവിടെ പ്രശ്നമാണെന്നറിഞ്ഞിട്ടും എന്തിനാ അവിടെ കൊണ്ട് വിട്ടത്? അവിടെ താമസിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ അവൾ വീട് വിട്ട് ഇറങ്ങിയത്. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവില്ലെന്ന് പറഞ്ഞവളെ വീട്ടിൽ തിരികെ കൊണ്ടുപോയി വിട്ടു വന്നിരിക്കുന്നു. ഇത്രയ്ക്ക് വിവരമില്ലടാ നിനക്ക്. അവളുടെ ചേട്ടൻ ആ അഖിൽ ഒരു ദുഷ്ടനാ, അവൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ലെന്ന് സുധീഷ് ഓർമ്മിപ്പിക്കുന്നു. സുഭാഷ് ഏട്ടനും ഹരീഷിനെ കുറ്റപ്പെടുത്തേ ഞങ്ങൾ രണ്ടുപേരും ചേർന്നെടുത്ത തീരുമാനമാണെന്നും അവളാണ് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാമെന്ന് പറഞ്ഞതെന്നും ഇപ്പൊ അവളെവിടെ താമസിപ്പിക്കണമെങ്കിൽ കല്യാണം നടത്തണമെന്നും കല്യാണത്തെ പറ്റി താനിപ്പോ ചിന്തിക്കുന്നില്ലെന്നും 2-3 വർഷം കഴിഞ്ഞ് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാമെന്നും ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവൾക്കും സമ്മതമായിരുന്നുവെന്ന് ഹരീഷ് പറയേ കല്യാണം ഇപ്പോൾ നടത്തുന്നില്ലെങ്കിലും വീട്ടിൽ നിറങ്ങി വന്ന അവളെ വീണ്ടും അവിടെ തന്നെ കൊണ്ടുവിട്ടതോർത്ത് തനിക്ക് ഭയമുണ്ടെന്നും
തിരിച്ചു ചെല്ലുന്ന അവളോട് അവർക്ക് ദേഷ്യം കൂടുമെന്നും ഇനിയും അവളെ ഉപദ്രവിച്ചേക്കാമെന്നും സുഭാഷേട്ടൻ ടെൻഷനോടെ പറയുന്നു. വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തീരുമാനം നീതുവിൻ്റെതായിരുന്നുവെന്നും നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം താൻ അവളോടും ചോദിച്ചുവെന്നും തന്റെ വീട്ടുകാരെ പറ്റി തനിക്കറിയാമെന്നും അക്കാര്യങ്ങളെല്ലാം താൻ നോക്കിക്കൊള്ളാമെന്നും അവൾ പറഞ്ഞെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവൾ വിളിക്കുമെന്നും തെറ്റായൊന്നും നടക്കില്ലെന്നും പറഞ്ഞ് ഹരീഷ് റൂമിലേക്ക് കയറി പോവുകയാ. ഹരീഷ് പോകുമ്പോഴേക്കും സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇവനെന്താ ഇങ്ങനെ പറയുന്നത്? അവര് നീതുവിനെ അടിക്കുകയോ അവൾക്ക് ഫോൺ വിളിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ മാജിക്കിലൂടെ ഇവൻ ഇവിടെ ഇരുന്ന് അവിടെ നടന്നത് മനസ്സിലാക്കുവോ? അത് കേൾക്ക് നിധിയും പറയുന്നുണ്ട്, ഹരീഷ് അത്ര കോൺഫിഡന്റ് ആയിട്ടാ പറഞ്ഞത്. നന്നായി ആലോചിച്ചല്ലേ അവരിങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. പാവം നീതു, അവൾ എങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമെന്ന് സുഭാഷേട്ടനും ടെൻഷനോടെ പറയുന്നുണ്ട്. പിന്നീട് മുറ്റത്ത് നിന്ന് ഹരീഷിനെ കോൾ ചെയ്യുകയാണ് സുധീഷ്. അവൻ കോൾ വെച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ നിധിയും ചോദിക്കുന്നുണ്ട്, ഹരീഷ് ആണോ വിളിച്ചത്? അവൻ നീതുവിനെ വിളിച്ചിരുന്നോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. വിളിച്ചോ, ഇപ്പൊ പ്രശ്നമൊന്നുമില്ലെന്നാ പറഞ്ഞതെന്ന് സുധീഷും. നിധിയും പറയുന്നുണ്ട്, എനിക്ക് ഹരീഷിനെ മനസ്സിലാവുന്നില്ല. നീതു ഹരീഷിന് വേണമെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങി വന്നതാ. ഹരീഷ് നീതുവിനെയും കൂട്ടി തനിച്ചു സംസാരിക്കാനായി പോയപ്പോ സംസാരമെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നാ കരുതിയത്. പക്ഷേ ഹരീഷ് അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. ഇങ്ങനെ തനിച്ച് ഡിസിഷൻ എടുക്കുന്നത് നല്ലത് തന്നെയാ. പക്ഷേ പാവം നീതു, അവളെ എന്തിനാ വീട്ടിൽ കൊണ്ടുവിട്ടത്? കല്യാണം എന്നൊരു ഓപ്ഷൻ ഹരീഷിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ലേ? ഇങ്ങനൊരു ഓപ്ഷൻ വന്നാൽ എല്ലാവരും ആ ഓപ്ഷനിലെ തിരഞ്ഞെടുക്കൂ. സുധീഷ് ആയിരുന്നെങ്കിലും കല്യാണം എന്ന ഓപ്ഷനല്ലേ സെലക്ട് ചെയ്യുമായിരുന്നുള്ളൂ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതെ, ഞാനായിരുന്നെങ്കിൽ കല്യാണം എന്ന ഓപ്ഷനെ തിരഞ്ഞെടുക്കും. പക്ഷേ സുധീഷ് അല്ലല്ലോ ഹരീഷ്. ഹരീഷ് എന്തുകൊണ്ടാ കല്യാണം വേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് നിധിക്ക് അറിയാമോ? അവന് കല്യാണം കഴിക്കണമെന്നൊക്കെയുണ്ട്. പക്ഷേ സുഭാഷേട്ടന്റെ കല്യാണം നടക്കാത്തതിനാൽ കല്യാണത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കാൻ വയ്യെന്നാ അവൻ പറയുന്നത്. ഇതായിരിക്കും കാരണമെന്ന് ഞാനും ഊഹിച്ചെന്ന് നിധിയും പറയുകയാ. നിധിക്ക് ബുദ്ധിയുണ്ടല്ലോ, ഇത്രയ്ക്ക് ബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് സുധീഷും. നിധിയും സുധീഷിനോടായി പറയുകയാ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ബുദ്ധിയില്ലാതെ ചെയ്തിട്ടുണ്ട്. ഞാൻ വെറും ഒരു ട്യൂബ് ലൈറ്റ് ആയിരുന്നു എന്നവൾ പറയുന്നതുകൾക്ക് ടോപ്പിക്ക് മാറിയല്ലോ എന്ന് ടെൻഷനോടെ പറയുന്നുണ്ട് സുധീഷും. വീണ്ടും അവൻ ആ ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. സുഭാഷേട്ടന്റെ കല്യാണം കഴിയാതെ അവൻ കല്യാണം കഴിക്കില്ലെന്നാ പറഞ്ഞത്. അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞാൽ സുഭാഷേട്ടന്റെ കല്യാണം നടക്കില്ലെന്നാ അവൻ ചിന്തിക്കുന്നത്. ഹരീഷ് പറയുന്നതും ശരിയല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. സുധീഷ് വീണ്ടും പറയുകയാ, അവന് വേണ്ടി ഒരു പെണ്ണ് വീട് വിട്ട് ഇറങ്ങി വന്നു. അപ്പോഴും അവൻ സുഭാഷേട്ടനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഹരീഷ് വളരെ നല്ലവനാ. നീതുവിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ വീട്ടുകാർ എറിഞ്ഞൊടിച്ചു. അവൾക്ക് പുതിയൊരു മൊബൈൽ വാങ്ങിക്കൊടുത്ത് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ അവൻ വന്നത്. അവൻ ഇത്രയും ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് സുധീഷ് പറയുന്നുണ്ട്. നിധിയും പറയുക, ഹരീഷ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാ നീതുവിനെ അവനെ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് അവൾ അവന് വേണ്ടി വീട് വിട്ട് ഇറങ്ങി വന്നത്. പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉത്തരവാദിത്തവും സ്നേഹവുമുള്ള പുരുഷന്മാരെ വളരെ ഇഷ്ടമാണ് എന്ന് നിധി പറയുന്നതുകൾക്ക് സുധീഷും പറയുന്നുണ്ട്. ഹരീഷ് സുഭാഷ് ഏട്ടനെ കുറിച്ച് മാത്രം ചിന്തിച്ചു. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാ ഞാൻ ചിന്തിച്ചത്. അതിനെന്നെ അഭിനന്ദിക്കണം എന്ന് സുധീഷ് പറയേ അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാ നിധിയും. സുധീഷും ടെൻഷനോടെ ഹരീഷിനെ കുറിച്ച് പറയുന്നത് പോലെ എന്നെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് നിധി എന്തെങ്കിലും പറയുമോ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അവിടെ നീതുവിന്റെ വീട്ടിൽ നീതു അപ്പോഴും റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഡോർ അടച്ചിരിക്കുകയാണ്. അഖിലപ്പോഴും ഒരു വടിയുമായി പുറത്തു നിൽപ്പുണ്ട്. പുറത്തിറങ്ങി വാടി, ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നീ എത്രനാൾ അതിനകത്തിരിക്കുമെന്ന് എനിക്ക് കാണണം. എപ്പോഴെങ്കിലും നീ പുറത്തിറങ്ങുമല്ലോ, വാതിൽ തുറക്കടി എന്നൊക്കെ അഖിൽ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞ് കഥയിൽ തട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നത്. അഖിലിന്റെ കയ്യിൽ നിന്ന് ആ വടി കഷ്ണം പിടിച്ചെടുത്തു മാറ്റി നീതുവിന്റെ അമ്മയോട് ആരാണെന്ന് പോയി നോക്കാൻ പറയുകയാണ് നീതുവിന്റെ അച്ഛൻ. നീതുവിന്റെ അമ്മ ഡോർ തുറക്കുമ്പോഴേക്കും വനിതാ പോലീസുകാർ അകത്തേക്ക് കയറി വരികയാണ്. അവരെ കണ്ട് എല്ലാവരും ഞെട്ടലോടെ നോക്കി നിൽക്കെ പോലീസും ചോദിക്കുന്നുണ്ട്, ആരാ നീതു എന്ന്. എന്റെ മകളാ, അവൾ അകത്തുണ്ട്, എന്താ പ്രശ്നമെന്ന് ചന്ദ്രൻ ചോദിക്കുക. ഇവരൊക്കെ ആരാണെന്ന് നീതുവിന്റെ അമ്മയെയും ചേട്ടനെയും ചൂണ്ടി പോലീസ് ചോദിക്കുമ്പോഴേക്കും ഇത് നീതുവിന്റെ അമ്മയും ചേട്ടനുമാ. നീതു എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്താ പ്രശ്നമെന്ന് അച്ഛൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് അമ്മയും ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എടി മഹാപാപി, നിന്നെ പോലീസുകാർ അന്വേഷിച്ചു വരാൻ മാത്രം നീ എന്ത് കുറ്റം ചെയ്തിട്ടാ എന്റെ ഈശ്വര എന്നൊക്കെ ഉറക്കെ നിലവിളിക്കുന്നത് കേട്ട് അവരോട് മിണ്ടാതിരിക്കാനായി പറഞ്ഞ് നീതുവിനെ വിളിക്കാനായി പറയുന്നുണ്ട് പോലീസും. അമ്മ ഉറക്കെ വിളിക്കെ നീതു പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവളോടായി അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീതു നീ എന്ത് തെറ്റാ ചെയ്ത്? നിന്നെ അന്വേഷിച്ച് പോലീസുകാർ വന്നിരിക്കുന്നു. നീതു ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും വനിതാ പോലീസും അവളോടായി ചോദിക്കുന്നുണ്ട്, നീതുവല്ലേ ഞങ്ങൾ വിളിച്ചത്? അതെ മേഡം, ഞാനാ നിങ്ങളെ വിളിച്ച് കംപ്ലൈന്റ് തന്നത് എന്ന് നീതു പറയുന്നതുകൾക്ക് എല്ലാവരും ടെൻഷനോടെ പരസ്പരം നോക്കുകയാണ്. പോലീസ് അഖിലിനെ ചൂണ്ടി ഇവനാണോ അത് എന്ന് ചോദിക്കെ അതെ മേഡം എന്ന് നീതുവും. പോലീസ് എല്ലാവരോടുമായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ കുട്ടിയെ ടോർച്ചർ ചെയ്യുന്നുണ്ടോ? അതുകൾക്ക് നീതുവിന്റെ അമ്മയും പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിന് ഇവളെ ടോർച്ചർ ചെയ്യണം?
ഞങ്ങളുടെ മകളല്ലേ ഇവളെന്ന്. നിങ്ങളെല്ലാവരും കൂടി ഉപദ്രവിക്കുകയാണെന്ന് പറഞ്ഞ് ഇവൾ കംപ്ലൈന്റ് തന്നിട്ടുണ്ടെന്ന് പോലീസ് പറയെ അഖിലും പറയുന്നുണ്ട്. മാഡം, അങ്ങനെയൊന്നുമില്ല, ഇവളെന്റെ പെങ്ങളല്ലേ, ഞങ്ങൾ എന്തിനെ ഇവളെ ഉപദ്രവിക്കണമെന്ന്. അത് കേൾക്കെ നീതുവും പറയുന്നുണ്ട്. മാഡം, ഇവരെല്ലാവരും അഭിനയിക്കുകയാ. നിങ്ങൾ വരുന്ന സമയത്ത് ഞാൻ കഥകടച്ച് റൂമിലിരിക്കുകയായിരുന്നു. എന്താണെന്നറിയാമോ? പുറത്തിറങ്ങിയാൽ കൈയൊടിക്കും കാലൊടിക്കും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അമ്മയും ചേട്ടനും. ഇവരെന്നെ വല്ലാതെ തല്ലുന്നുണ്ട് മാഡം. ദേ ഇവനില്ലേ, എന്നെ മാടിനെ തല്ലുന്ന പോലെയാ തല്ലുന്നത് എന്നവൾ അഖിലിനെ ചൂണ്ടിപ്പറയെ അഖിലും ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്ന്, എടി ഞാൻ നിന്നെ തല്ലിയൊടിയെന്ന് ചോദിക്കുക. അത് കണ്ട് പോലീസും ദേഷ്യത്തോടെ, നിർത്തടാ, ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഇവളെ തല്ലാൻ പോകുന്നോ? നിന്റെ പേരെന്താന്ന് ചോദിക്കേ. അഖിൽ. നീതുവിന്റെ ചേട്ടനാണെന്ന് അഖിൽ പറയുന്നുണ്ട്. നിനക്കെന്താ ജോലി എന്ന് പോലീസ് വീണ്ടും ചോദിക്കേ. ജോലിയൊന്നുമില്ല മാഡം, ജോലി അന്വേഷിക്കുകയാണെന്ന് അഖിലും. അത് കേൾക്കെ പോലീസും ചോദിക്കുന്നുണ്ട്. ജോലിയും ഗോലിയും ഒന്നുമില്ലാതെ വീട്ടിലിരുന്ന് പെങ്ങളെ തല്ലുകയാണല്ലേ, എന്നെ പീഡിപ്പിക്കുകയാണെന്നും പറഞ്ഞ് ഇവളൊരു കംപ്ലൈന്റ് തന്നാൽ കേസെടുത്ത് നിന്നെ അകത്തിടും. മിനിമം 7 വർഷം നീ പുറം ലോകം കാണില്ല എന്നവന് താക്കീത് നൽകി. ചന്ദ്രനോടും പോലീസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ നിങ്ങളുടെ മകളെ തല്ലുന്നത്? ഭാര്യയും മകനും കൂടി മകളെ തല്ലുന്നത് നോക്കി നിൽക്കുകയാണ് നിങ്ങൾ. നിങ്ങളുടെ മകളല്ലേ അവൾ. അത് കേൾക്കെ നീതവും പറയുന്നുണ്ട്. ഇവർ അച്ഛനെ സംസാരിക്കാൻ പോലും അനുവദിക്കാറില്ല. ഇനി അച്ഛൻ എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിന്നാലോ അച്ഛൻ ഇവർ വഴക്കു പറഞ്ഞു ഓടിക്കും. എല്ലാം കേട്ടു നിൽക്കുന്ന പോലീസും ചോദിക്കുന്നുണ്ട്. ഇവർ കുട്ടിയെ ഉപദ്രവിക്കാനുള്ള കാരണം എന്താ പ്രശ്നമെന്ന് ചോദിക്കേ. നീതു ഒന്നും മിണ്ടാതെ പേടിയോടുകൂടി നിൽപ്പാ. കുട്ടി പേടിക്കാതെ പറയൂ എന്ന് പോലീസ് പറയേ. നീതു പറയുന്നുണ്ട്. മാഡം, എനിക്കൊരു പയ്യനെ ഇഷ്ടമാണ്. അവനുമായുള്ള റിലേഷൻ ഇവർക്ക് ഇഷ്ടമല്ല, അതിനാണ് എന്നെ തല്ലുന്നത്. അത് കേൾക്കാൻ നീതുവിന്റെ അമ്മയും പറയുന്നുണ്ട്. മാഡം, അതൊരു മോശം കുടുംബമാ. അങ്ങനെ ഒരു മോശം കുടുംബത്തിലെ പയ്യനെ പ്രേമിച്ചാൽ ആ കല്യാണം നടത്തി കൊടുക്കാൻ കഴിയില്ല. അവനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇന്ന് രാവിലെയും ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി ഇവൾ. അവനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവൾ കേൾക്കില്ല എന്നമ്മ പറയേ. നീതും പറയുന്നുണ്ട്. മാഡം, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്. ഞാൻ അവന്റെ കൂടെ ജീവിക്കാനായി വീട് വിട്ട് ഇറങ്ങിപ്പോയതല്ല. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുമില്ല. ഞാനിപ്പോൾ പഠിത്തത്തിൽ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. എന്റെ ലവർ എന്നോടിപ്പോ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. 2-3 വർഷം കഴിഞ്ഞാലേ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ. ഞാൻ അവനെ ലവ് ചെയ്യുന്നത് ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. ആ റിലേഷനുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വീട്ടിൽ താമസിക്കേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഹരീഷിനെ ഒരുപാട് ഇഷ്ടമാ. ഞാൻ അവനെ ലവ് ചെയ്യുന്നു, അവൻ എന്നെയും ലവ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അതിനാ അവരെന്നെ ഇങ്ങനെ തല്ലുന്നത്. ഇവരെന്നെ തല്ലിയത് കണ്ടോ എന്ന് ചോദിച്ച് തന്റെ കയ്യിലെ പാട് കാണിച്ചു കൊടുക്കുകയാ നീതു. കരഞ്ഞുകൊണ്ടവൾ പറയുന്നുണ്ട്. എനിക്കിനി വയ്യ മാഡം. ഈ നിൽക്കുന്ന ചേട്ടനില്ലേ, അവൻ എപ്പോഴും എന്നെ തല്ലും. ഇവന്റെ അടി കൊണ്ട് ഞാൻ ചാവുമെന്നാ തോന്നുന്നത്. ഇവരുടെ കയ്യിൽ നിന്നും മാഡം എന്നെ രക്ഷിക്കണം. മാഡം ഇപ്പോഴിങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇവരെന്നെ കൊന്നേനെ. എന്റെ ജീവനെ ഇവിടെ ഒരു സുരക്ഷിതത്വവുമില്ല എന്നവൾ പറയുന്നത് കേൾക്കെ അവളുടെ അമ്മയും പറയുന്നുണ്ട്. പച്ചക്കള്ളമായി ഇവൾ പറയുന്നത്. ഒരു റൗഡിയെയാണ് ഇവൾ പ്രേമിക്കുന്നത്. ആ ബന്ധത്തിന് ഞങ്ങൾ എങ്ങനെ സമ്മതിക്കും? മാഡം തന്നെ പറ. ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പറയാനല്ലേ ഞങ്ങൾക്ക് പറ്റൂ. അത് കേട്ട് നീതവും ചോദിക്കുന്നുണ്ട്. ഞാനതിന് അവന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടൊന്നും ഇല്ലല്ലോ എന്ന്. ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചു തരാനും പറഞ്ഞില്ലല്ലോ. എനിക്ക് പഠിക്കണം, പഠിച്ച് നല്ലൊരു ജോലിക്ക് പോകണം. അങ്ങനെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എന്റെ പ്രേമത്തിന്റെ കാര്യം എടുത്തിട്ട് ഇവരെന്നെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. എന്നോട് വീട് വിട്ട് ഇറങ്ങി പോവാനും പറഞ്ഞു. ഞാൻ എവിടെ പോവാനാ മാഡം? ഇതല്ലേ എന്റെ വീട്. ഞാൻ എന്തിനീ ഈ വീട് വിട്ട് പോകണമെന്ന് നീതു ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ പോലീസും പറയുന്നുണ്ട്. ഈ കുട്ടി പറയുന്നതിലും കാര്യമുണ്ട്. ഇവൾ പഠിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്, അല്ലാതെ കല്യാണം കഴിക്കാനല്ലല്ലോ. ഇങ്ങനെയുള്ള ഇവളെ തല്ലാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഈ വീട്ടിൽ നിന്ന് താമസിച്ചാൽ അവളുടെ ജീവന് ഭീഷണിയാണെന്ന് അവൾക്ക് തന്നെ ഒരു പേടിയുണ്ട്. ഇവളൊരു കംപ്ലൈന്റ് റിട്ടേൺ ആയി എഴുതി തന്നാൽ നിങ്ങൾ 3 പേരും അകത്ത് കിടക്കും. എന്താ അത് വേണോ? 5 വർഷം കോടതി കേസ് എന്നൊക്കെ പറഞ്ഞ് കയറി ഇറങ്ങേണ്ടി വരും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്. ഇനി ഇവളുടെ ദേഹത്ത് കൈവച്ചാൽ പിന്നെ നിങ്ങൾ എല്ലാവരും അഴി എണ്ണേണ്ടി വരും. മനസ്സിലായില്ലേ? ഞാൻ ദിവസവും വന്ന് അന്വേഷിക്കും. ഈ കുട്ടിയുടെ ദേഹത്ത് ഒരു ചെറിയ അടിയുടെ പാടെങ്കിലും കണ്ടാൽ നിങ്ങളെ 3-നെയും ഞാൻ പിടിച്ചകത്തിടും. ഒരു പേനയും പേപ്പറും എടുത്തോണ്ട് വന്ന് പോലീസ് പറയെ നീതു അകത്തേക്ക് പോവാനായി തുടങ്ങുമ്പോഴേക്കും അവളോട് അവിടെ നിൽക്കാനായി പറഞ്ഞ് അഖിലിനോട് പേപ്പറും പേനയും എടുത്തുകൊണ്ട് വരാനായി പറയുന്നുണ്ട് പോലീസ്. അവൻ അതുമായി വരുമ്പോഴേക്കും പോലീസ് വീണ്ടും പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് പോലെ എഴുതണം. അഖിൽ എന്നല്ലേ പേര് പറഞ്ഞത് എന്നവർ ചോദിക്കേ. അതെ എന്ന് അഖിലും. എന്റെ പേര് അഖിൽ. എന്റെ സഹോദരി നീതുവിനെ ഇനി ഞാൻ ഏത് സാഹചര്യത്തിലും തല്ലില്ല, വഴക്കു പറയുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യില്ല എന്നവർ പറയുമ്പോഴേക്കും അഖിൽ ദേഷ്യത്തോടെ നീതുവിനെ നോക്കുകയാ. എന്താ അങ്ങോട്ട് നോക്കുന്നത്? എഴുതാനല്ലേ പറഞ്ഞതെന്ന് പോലീസ് പറയുമ്പോഴേക്കും അഖിൽ അത് ആ പേപ്പറിൽ എഴുതുന്നുണ്ട്. അവനത് എഴുതി കഴിയുമ്പോഴേക്കും അഖിലിനെ കൊണ്ടും അമ്മയെ കൊണ്ടും അച്ഛനെ കൊണ്ടും സൈൻ ചെയ്യുകയാണ് പോലീസ്. അത് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി പോലീസ് പറയുന്നുണ്ട്. ഇനി ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഇവളെ കൊണ്ട് ഒരു കംപ്ലൈന്റ് എഴുതി വാങ്ങിച്ച് നിങ്ങളെ 3 പേരെയും ഞാൻ അകത്താക്കും, മനസ്സിലായോ എന്നവർ ചോദിക്കേ. മനസ്സിലായി എന്ന് അവർ 3 പേരും പറയുന്നുണ്ട്. മാഡം വീണ്ടും നീതുവിനോടായി, ഇനി ഇവരാരെങ്കിലും കുട്ടിയെ വഴക്കു പറയുകയാണെങ്കിലും എന്നെ വിളിച്ച് പറയണം എന്ന് പറഞ്ഞ് മാഡം നമ്പർ നൽകുന്നുണ്ട്.
ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തിക്കരുത്. ഇനി ഇങ്ങോട്ട് വരേണ്ടി വന്നാൽ 3 എണ്ണത്തിനെയും പിടിച്ചകത്തിടേണ്ടി വരും. ശരി നീതു എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുകയാ മേഡവും കൂട്ടരും. നീതുവും താങ്ക് യു പറഞ്ഞ് അവരുടെ പുറകെ ചെല്ലുന്നുണ്ട്. ടെൻഷനോടെ നോക്കി നിൽപ്പ അഖിലും അമ്മയും അച്ഛനുമെല്ലാം. പിന്നീട് അഖിലിന്റെ അരിയിലേക്ക് വരുന്ന നീതു പറയുന്നുണ്ട്, ഇനി എന്റെ ദേഹത്തൊന്ന് കൈവച്ച് നോക്കടാ. നിനക്കെന്റെ കൈയും കാലും തല്ലി ഒടിക്കണ്ടേ? ഇനി എന്നെ അടിക്കാനൊന്ന് കൈ ഉയർത്തി നോക്ക്. പോലീസ് ഇങ്ങോട്ടെത്തും. ആ നിമിഷം നീ ജയിലില്ല എന്ന് വെല്ലുവിളിയോടെ പറഞ്ഞ് അച്ഛനോടായി. അച്ഛന്റെ പേരിൽ എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. പക്ഷേ ഹരീഷിനെ അവന്റെ കടയിൽ ചെന്ന് വിരട്ടരുത്. അതുകൾക്ക് പേടിയോടെ തലയാട്ടുന്നുണ്ട് അച്ഛനും. പിന്നീട് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നീതു ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ നോക്കുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞാ ഞാൻ എങ്ങോട്ട് പോവാനാ? നിങ്ങളല്ലേ എന്നെ പ്രസവിച്ചത്, അപ്പോ നിങ്ങൾ തന്നെ വേണ്ടേ എന്നെ നോക്കാൻ? എന്നെ ശല്യം ചെയ്യാതിരുന്നാൽ ഞാൻ നിങ്ങളെയും ശല്യം ചെയ്യില്ല, മനസ്സിലായോ എന്ന് ചോദിച്ച് നീതു അടുക്കളയിലേക്ക് പോവുകയാ. പിന്നീട് അവൾ അവിടുന്ന് ഭക്ഷണം എടുത്തുകൊണ്ടുവന്ന് അവരുടെ എല്ലാം മുന്നിലിരുന്ന് കഴിക്കുന്നുണ്ട്. ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൾക്ക് ചുമ വരുന്നുണ്ട്. അപ്പോഴവൾ ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അഖിലിനോടായി, ചുമയ്ക്കുന്നത് കണ്ടില്ലേ, കുറച്ച് വെള്ളം പോയി എടുത്തോണ്ട് വാ എന്ന് പറയേ അഖിൽ അമ്മയെ നോക്കുന്നുണ്ട്. പോയി എടുത്തോണ്ട് വാടാ അഖിലെ എന്ന് അമ്മയും. അവൻ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേക്കും അവൾ അത് വാങ്ങി കുടിക്കുന്നുണ്ട്. പിന്നീട് അവൾ പറയുന്നുണ്ട്, നാളെ മുതൽ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ മതി. എന്തൊക്കെ വേണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് പറയാം. എന്നിവർ പറയുന്നതുകൾക്ക് പരസ്പരം നോക്കുകയാണ് അഖിലും അമ്മയുമെല്ലാം. പിന്നീട് ഹരീഷിന്റെ കടയിലെത്തുന്ന നീതു നടന്ന കാര്യങ്ങളെല്ലാം ഹരീഷിനോടും ടിറ്റോയോടും പറയുന്നുണ്ട്. അതുകൾക്ക് നന്നായിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ് ഹരീഷും ടിറ്റോയും പൊട്ടിച്ചിരിക്കുക. നീതുവും സന്തോഷത്തോടുകൂടി പറയുകയാ. അതിനുശേഷം അവരുടെ ഒരു ബഹുമാനം കാണണമായിരുന്നു എന്ന്. ഹരീഷേ, നീ വിഷമിക്കണ്ട, നമുക്ക് പിന്നീട് കല്യാണം നടത്താം. എനിക്ക് ഒരു പ്രശ്നവുമില്ല. നമുക്ക് സൂപ്പറായി ലവ് ചെയ്യാം. നിന്റെ ചേട്ടൻ, അനിയൻ, നികേഷ് എല്ലാവരും കല്യാണം കഴിച്ചു കഴിഞ്ഞ് സമാധാനത്തോടു കൂടി നമുക്ക് കല്യാണം കഴിക്കാം. എനിക്കൊക്കെയാ. ഞാൻ ഹരീഷിന് വേണ്ടി എത്ര നാള് വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ അവനെ ആശ്വസിപ്പിക്കെ ഹരീഷും സന്തോഷത്തോടു കൂടി ശരിയെന്ന് പറഞ്ഞ് അവളെ നോക്കി പുഞ്ചിരിക്കുകയാ.